ഹലോ, വിൻഡോസ് ലാപ്ടോപ്സും മാക്കും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മളുടെ ഈ ഒരു ചാനലിൽ കാണുന്ന മിക്കവരും പറയുന്നത് വിൻഡോസ് ആയിരിക്കും ബെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് സംഭവം. ഇതിനകത്ത് ഇപ്പം ക്യാഷ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ വിൻഡോസ് എടുക്കുമോ അതോ മാക്കിലേക്ക് പോകുന്നു? ഇനിയിപ്പോൾ പൈസ ഇല്ലെങ്കിലും പൈസ ഉണ്ടെങ്കിലും എന്തായാലും വിൻഡോസ് ഫാം ഇട്ടിട്ട് ഒരു കളിയില്ലെന്നാണ് ഈ ഒരു പോൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇനി എനിക്ക് മാക്കൊന്നും വേണ്ട, ജസ്റ്റ് വിൻഡോസിൻ്റെ തന്നെ പുതിയ പുതിയ ലാപ്ടോപ്സ് മതി എന്നുള്ള ആ ഒരു ടൈപ്പിലാണ് നിങ്ങൾ നിൽക്കുകയെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി പരിപാടി വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ അവരുടെ പുതിയൊരു പ്രൊസസ്സർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ എക്സ് സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊസസ്സേഴ്സാണ്. അതിനെ പ്രൊസസ്സേഴ്സെന്നോ ചിപ്സെറ്റെന്നോ SoCന്നോ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, സംഭവം ഒരു ARM ആർക്കിടെക്ചർ, അതായത് നമ്മളിപ്പം ആപ്പിളിൻ്റെ പുതിയ മാക്ബുക്സ് ഒക്കെ വരുന്ന M1 ചിപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിലേക്ക്, അതായത് മൊബൈൽ പ്രൊസസ്സറിന് ആ ഒരു ടൈപ്പിലേക്ക് ഈ ഒരു വിൻഡോസ് ലാപ്ടോപ്സും വരാൻ പോകാം. ഇതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപകാരങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, മാക്ബുക്ക് പോലെ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബാറ്ററി ലൈഫ് കിട്ടും. അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടും. പിന്നെ ഇപ്പം AI വിട്ടിട്ടൊരു കളിയില്ലാത്തതുകൊണ്ട് തന്നെ വിൻഡോസിൻ്റെ മെയിൻ സംഭവം ഒരു കോപ്പൈലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള AI പ്ലാറ്റ്ഫോമാണ്. അപ്പം ആ ഒരു കോപ്പൈലറ്റിൻ്റെ കുറേ ഫീച്ചേഴ്സും ഈ ഒരു എന്താ പറയുക ഈ ലേറ്റസ്റ്റ് ലാപ്ടോപ്സിലൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോൻ്റെ മെയിൻ വിഷയം സ്നാപ്ഡ്രാഗൻ്റെ X8 എന്ന് പറഞ്ഞ ആ ഒരു ചിപ്സെറ്റ്സിനെ പറ്റിയാണ്. അപ്പോൾ രണ്ട് പ്രോസസ്സേഴ്സാണ് മെയിനായിട്ടും സ്നാപ്ഡ്രാഗൻ്റെ ആ ഒരു X സീരീസിൽ വരുന്നത്. ഒന്ന് XL8, അതായത് ടോപ്പ് വേരിയൻറ്റ്, അതായത് ടോപ്പ് പെർഫോമൻസ് വരുന്ന ചിപ്പ്. പിന്നെ X+, അത് അത്യാവശ്യം അതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ്, അല്ലെങ്കിൽ ഒരു ഫ്ലാഷിപ്പ് ലെവൽ എന്നൊക്കെ പറയാം. ഒരു അത്യാവശ്യം നല്ലൊരു സംഭവമാണത്. ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇപ്പം വിൻഡോസ് ലാപ്ടോപ്സിൻ്റെ കാര്യം നമുക്കറിയാം. ഇപ്പോൾ കുറേ പേര് ട്രോളും ചെയ്യുന്നുണ്ട്. നമ്മൾ ഗെയിമിംഗ് ലാപ്ടോപ്പൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവം, പഴയ എഞ്ചിൻ്റെ സൗണ്ടൊക്കെ വെച്ച് എഞ്ചിനൊക്കെ ഇറക്കുന്ന രീതിയിലുള്ള ഒരു കളിയാക്കൽ നമുക്ക് വിൻഡോസിൻ്റെ ആ ലാപ്ടോപ്സ് വെച്ചിട്ട് കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഒഴിവാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും ഒഴിവാവില്ല, പക്ഷേ ഒഴിവാക്കാൻ പറ്റും. അത് ARM ആർക്കിടെക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് സീരീസ് ചിപ്പാണ് ഈ ഒരു സ്നാപ്ഡ്രാഗൺ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പണിത് കുറച്ച് വേരിയൻസ് ഒക്കെ ഇറങ്ങി കഴിയുമ്പോൾ എന്തായാലും ഗെയിമിംഗ് ലാപ്ടോപ്സിൽ നമുക്ക് ഈ തരത്തിലുള്ള ചിപ്സെറ്റ് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ചിപ്സെറ്റിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ AI സ്ട്രോങ് ആക്കുക എന്നതാണ്. അതുപോലെ തന്നെ പവർ എഫിഷ്യൻ്റ് ആക്കുക, പെർഫോമൻസ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുക. പിന്നെ ഈ നമുക്കറിയാം മാക്ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഓഫീസ് സെൻട്രിക്, അതായത് ഒരു കണ്ടന്റ് ക്രിയേഷൻ അങ്ങനത്തെ ഒരു ടൈപ്പിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുക. അതായത് ഒരു ഗെയിമിംഗ് സ്പെസിഫിക് ആയിട്ടുള്ള സംഭവങ്ങളില്ല. പക്ഷേ മാക്കിൽ വേണമെങ്കിൽ ഗെയിം കളിക്കാം. മാക്കിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗെയിം ഡെവലപ്പ് ചെയ്യുന്ന കുറേ കമ്പനീസ് ഉണ്ട്, കുറേ ഗെയിംസ് ഉണ്ട്. പക്ഷേ ചിലതൊക്കെ പൈസ കൊടുക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും മാക്കിൽ. പക്ഷേ എന്തുകൊണ്ടും നമുക്ക് വിൻഡോസ് ആണ് അത്യാവശ്യം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് പരിപാടിയൊക്കെ നമുക്ക് ഒപ്പിച്ചു തരുന്നത് വിൻഡോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമൊക്കെ കളിക്കാനും അതുപോലെ തന്നെ കുറേയധികം ഗെയിംസിൻ്റെ കളക്ഷൻ തന്നെ വിൻഡോസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗെയിമിൻ്റെ കളക്ഷൻസ് ഒന്നും ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഈ ഒരു സ്നാപ്ഡ്രാഗൻ്റെ XL8 എന്ന് പറഞ്ഞ ആ ഒരു പ്രൊസസ്സറിലേക്ക്. കാരണം എന്തായാലും പുതിയൊരു ആർക്കിടെക്ചറാണ്, ARM എന്ന് പറഞ്ഞ ആർക്കിടെക്ചറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇപ്പോഴത്തെ ആ ഒരു ഗെയിമിലൊക്കെ നടത്തിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ചിപ്പിൽ ഗെയിം കളിക്കാൻ പറ്റും. സ്നാപ്ഡ്രാഗൻ്റെ ഈ ചിപ്പ് വെച്ചിട്ടുള്ള ഈ ലാപ്ടോപ്സിലൊക്കെ ഇപ്പോൾ ഗെയിം കളിക്കാവുന്നത് ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഭാവിയില്ല, അതിൻ്റെ ഗെയിമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നിമിഷം നേരം മതി. കാരണം ഈ പെട്ടെന്നാണ് ഇപ്പം സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആപ്പിളിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ M1ലേക്ക് സ്വിച്ച് ചെയ്തത് നിമിഷം നേരം കൊണ്ടാണ്. അതിനുള്ളിൽ തന്നെ അവരുടെ ആ ഒരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ സകല സംഭവങ്ങളും ശരി ഒരു എന്താ പറയുക ഒരു 70% സംഭവങ്ങളും ഓൾറെഡി ആ ഒരു M1 ചിപ്പിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തേർഡ് പാർട്ടി ആയിട്ടുള്ള കമ്പനീസാണ് ഇത്തിരി വൈകിയത്. അതും അവർ തന്നെ ആ ഒരു വർഷത്തിനുള്ളിൽ അത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ബഗ്ഗിലൊന്നും ഞാൻ പറയുന്നില്ല, ബഗ്ഗ് നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര സ്പീഡിലായിരുന്നു ആ പരിപാടി. അപ്പോൾ ആ ഒരു സെയിം സംഭവം തന്നെ വിൻഡോസിൻ്റെ ഈ ഒരു സ്നാപ്ഡ്രാഗൻ്റെ ചിപ്പ് വരുന്ന ഈ ഒരു വിൻഡോസ് ലാപ്ടോപ്സിൽ നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം വിചാരിക്കാം, നിങ്ങൾ ഇന്നൊരു ലാപ്ടോപ്പ് എടുത്തു, അതൊരു 1.5 ലക്ഷത്തിനും 1 ലക്ഷത്തിനും ഇടയ്ക്കുള്ളൊരു ലാപ്ടോപ്പാണ്. അത് മെയിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു എന്താ പറയുക ഓഫീസ് വർക്ക് റിലേറ്റഡ് ആണ്. പക്ഷേ അതിൻ്റെ കണ്ടന്റ് ക്രിയേഷനൊക്കെ നടക്കണം. ഗെയിമിംഗ് പ്രതീക്ഷിക്കുന്നില്ല. ഗെയിമിംഗ് അതായത് ഇപ്പോൾ വിൻഡോസിൽ തന്നെ ക്രിയേറ്റഡ് ലാപ്ടോപ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളൊരു ലാപ്ടോപ്പ് എടുത്തു, ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ സ്നാപ്ഡ്രാഗനെ പറ്റി കേൾക്കുവാണെങ്കിൽ അവർ പുതിയ ചിപ്പ് ഇറക്കി ഇങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്, നല്ല പെർഫോമൻസ് ഒക്കെ തരും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിനെപ്പറ്റി? ജസ്റ്റ് താഴെ കമൻറ്റ് അടിപൊളിയായിരിക്കും. നിങ്ങൾ എന്താ പറയുക മൂഞ്ചിയോ അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത ചോയ്സിൽ നിങ്ങൾ എന്താ ഉറച്ച് നിൽക്കുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം ഈ ഒരു സ്നാപ്ഡ്രാഗൻ്റെ ഈ ഒരു ചിപ്പ് ഇറങ്ങിയപ്പോൾ ഇന്റലും AMDയുടെ കാര്യത്തിൽ എന്തായെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നും ആയിട്ടില്ല. ഓക്കെ, സ്നാപ്ഡ്രാഗൺ ഈ ഒരു പ്രൊസസ്സർ ഇറക്കി, ഇത് ഹിറ്റാവോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക AIയുടെ കാര്യത്തിലും അതുപോലെ തന്നെ എഫിഷ്യൻസിയുടെ കാര്യത്തിലും ഇതെന്തായാലും ഹിറ്റാണ്. അതൊന്നും പറയാനില്ല. കാരണം ഈ ഒരു ARM എന്ന് പറഞ്ഞ ആർക്കിടെക്ചർ അങ്ങനെയാണ്. ഫോണിൽ നമ്മൾ യൂസ് ചെയ്യുന്നതും ഈ ഒരു ARM ആർക്കിടെക്ചറാണ്. അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് നല്ല ബാറ്ററി ലൈഫ്, അതായത് ചെറിയ പവർ കൊണ്ട് നമുക്ക് വലിയ കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സെയിം കൺസെപ്റ്റിനാണ് ഈ ഒരു ലാപ്ടോപ്സിലൊക്കെ വരുന്നത്. ചെറിയ പ്രോസസ്സറാണ്, കുറച്ച് എനർജി മതി, നല്ല രീതിയിൽ വർക്ക് കൊടുക്കും.
അതാണ് ഈ ഒരു ചിപ്പിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പക്ഷേ ഈ ഒരു ഇന്റലും AMDയും ആ ഒരു X86 എന്ന് പറയുന്ന ആർക്കിടെക്ചറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ആർക്കിടെക്ചറിന് കുറേയധികം സോഫ്റ്റ്വെയർസും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസൊക്കെ അതിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഇപ്പം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇതിലേക്ക് സ്വിച്ച് ചെയ്യാൻ അത് ഇത്രമാത്രം സോഫ്റ്റ്വെയർസ് നമുക്കറിയാം പല രീതിയിൽ. ഇപ്പം മുക്കിലും മൂലയിലും വിൻഡോസിന് സോഫ്റ്റ്വെയർസാണ്. അപ്പം ഈ ഒരു എല്ലാ സോഫ്റ്റ്വെയർസും ഈ ഒരു എന്താ പറയുക ആമിലേക്ക്, അതായത് സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്പ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റണമെങ്കിൽ എന്തായാലും മിക്കവാറും ഒരു 1.5 വർഷത്തിന് മേളിൽ എടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റലും AMDയും പെട്ടെന്നൊന്നും പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അവരും പുതിയ രീതിയിലുള്ള ടെക്നോളജീസ് കൊണ്ടുവരാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. ഇപ്പം ഈ സ്നാപ്ഡ്രാഗണിൻ്റെ ഈ ഒരു ന്യൂസ് അറിഞ്ഞതോടെ തന്നെ ഇന്റലും അവരുടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ സ്നാപ്ഡ്രാഗൺ എന്ന് പറയുന്ന ചിപ്പ് വെച്ചിട്ടുള്ള ഈ ലാപ്ടോപ്പിൽ എന്താണ് സ്പെഷ്യൽ? അതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ ലാപ്ടോപ്സിൽ, അതായത് നമ്മുടെ ലാപ്ടോപ്സിൽ തന്നെ ഈ ഒരു AI സംഭവങ്ങളൊക്കെ എന്താ പറയുക പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടത്തുക. അതാണ് മെയിൻ ഉദ്ദേശം. ഇപ്പം നമ്മൾ AI പ്ലാറ്റ്ഫോംസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വെബ്സൈറ്റിലാണ് കയറാം. അതിൽ ബാക്ക് എൻഡിൽ നടക്കുന്ന പരിപാടികളൊക്കെ നമ്മുടെ ക്ലൗഡിലായിരിക്കും നടക്കുക. ന്യൂറൽ പ്രോസസ്സർ യൂണിറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ചിപ്പ്, NPU, ആ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചിപ്പാണ് ഈ ഒരു സ്നാപ്ഡ്രാഗൺ ചിപ്പ്. അപ്പം ഇങ്ങനത്തെ ചിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം ആ ഒരു ഡിവൈസിൽ തന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ പ്രോസസ്സ് ചെയ്തെടുക്കുക എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഈ ഒരു ചിപ്പിൽ നല്ല രീതിയിലുള്ള ഗ്രാഫിക് പെർഫോമൻസ് ഉണ്ട്. പക്ഷേ ഈ ഗ്രാഫിക് പെർഫോമൻസും ഗെയിമിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമാണ്. ഈ ഒരു ഗ്രാഫിക് പെർഫോമൻസ്, അതായത് സ്നാപ്ഡ്രാഗണിൽ വരുന്ന ഈ NPU മെയിനായിട്ടും ഈ ഒരു AI ബേസ്ഡ് വർക്കിനെ എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ നമ്മൾ മാസ്കിങ്ങും പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ, അതായത് ട്രാക്കിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഈ NPU നല്ല രീതിയിൽ സഹായിക്കും. പക്ഷേ ഇത് ഗെയിമിങ്ങിലേക്ക് വരുമ്പോൾ ഇത് അത്രത്തോളം സഹായിക്കുന്ന ഒരു കാര്യമല്ല. ഗെയിമിലേക്ക് വരുമ്പോൾ വേറെ കുറേയധികം കാര്യങ്ങൾ വരും. ബാൻഡ് വിഡ്ത്ത്, അതുപോലെ തന്നെ ഡ്രൈവറിൻ്റെ സപ്പോർട്ട്, പിന്നെ ആ ഒരു ഗെയിം കമ്പാറ്റബിൾ ആയിട്ടുള്ള GPUs, അങ്ങനെയൊക്കെ കുറേ പരിപാടികൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സ്നാപ്ഡ്രാഗൺ ഈ ഒരു ചിപ്പിലൊന്നും ഇപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല. ഇപ്പോഴത്തെ ആ ഒരു NVIDIA ചിപ്പിലും അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ഇന്റലിൻ്റെ AMDൻ്റെ ഒക്കെ ചിപ്പിൽ മാത്രമേ നമുക്ക് ഗെയിമിംഗ് ഇപ്പം നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. സ്നാപ്ഡ്രാഗണിൻ്റെ മെയിൻ ഉദ്ദേശം, അതായത് ഈ ഒരു ചിപ്പിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം NPU അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് AI ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് വർക്ക് ചെയ്യിപ്പിക്കാനാണ്. അപ്പോൾ അതിനുവേണ്ടി വിൻഡോസ് ഓൾറെഡി അവരുടെ പുതിയ AI പ്ലാറ്റ്ഫോംസ് പുതിയൊരു സംഭവം ഇറക്കിയിട്ടുണ്ടായിരുന്നു, Copilot+PC. അപ്പോൾ ഈ ഒരു ഫീച്ചറിൽ കുറേയധികം AI ടൂൾസ് ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇമേജ് ജനറേഷൻ, അതുപോലെ തന്നെ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സകല കാര്യങ്ങളും നമ്മളുടെ സിസ്റ്റത്തിൽ തന്നെ എന്താ പറയുക AI വെച്ച് ചോദിക്കാനും. ഇപ്പം നമ്മളൊരു വെബ്സൈറ്റിൽ നമ്മൾ എന്തെങ്കിലും തപ്പിക്കൊണ്ടിരിക്കുക, അപ്പോൾ അതിനെപ്പറ്റി നമ്മളുടെ Copilot ഓൺ ആക്കിയിട്ട് നമ്മൾ തന്നെ പ്രോംപ്റ്റ് ഒക്കെ അടിച്ച് അതെന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെയായിരിക്കും അത് പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ വേറെ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു AI ടൂൾ വരുന്നുണ്ട്. അതിനകത്ത് മെയിൻ ഉദ്ദേശം അതിൻ്റെ നല്ല രീതിയിലുള്ള ഓൾട്ടർനേറ്റീവ്സും അതുപോലെ തന്നെ അതിനെ ഇത്തിരി കൂടി ഒപ്റ്റിമൈസ് ആയിട്ടുള്ള ആ ഒരു റിസൾട്ട്സ് ഒക്കെ ഈ ഒരു ടൂൾ തരും. അങ്ങനെ പലതരം ടൂൾ ഈ ഒരു Copilot+PC എന്ന് പറയുന്ന സെറ്റപ്പിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉള്ളത്, ഈ ഒരു Copilot+PC എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ് വർക്ക് ചെയ്യുന്നത് കുറച്ച് ഡിവൈസസിലാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഡിവൈസസ് ഇനി ഭാവിയിലുള്ള അപ്ഡേറ്റിൽ വരുമായിരിക്കും, പക്ഷേ പഴയ സിസ്റ്റത്തിലൊന്നും ഇത് വർക്കിംഗ് ആയിരിക്കില്ല. ഓക്കെ, എന്തായാലും അതിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് ഈ ഒരു ചിപ്പും അതുപോലെ തന്നെ NPU ഒക്കെ വേണം, അങ്ങനെ കുറേ റിക്വയർമെൻറ്റ്സ് പറയുന്നതുകൊണ്ട് തന്നെ എല്ലാ പഴയ X86 ആർക്കിടെക്ചർ വരുന്ന പ്രോസസ്സറിലൊന്നും ഈ ഒരു NPU ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു സ്നാപ്ഡ്രാഗണിൻ്റെ ഈ ഒരു ചിപ്പ് വെച്ചിട്ടുള്ള പുതിയ PCസിൻ്റെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഓൾറെഡി പല കമ്പനീസ് ഇറക്കിയിട്ടുണ്ട്. മെയിനായിട്ടും ASUS ഇറക്കി, അതുപോലെ തന്നെ ലെനോവോയാണ് ഫസ്റ്റ് ഇറക്കിയത്. അതിന് മുമ്പ് സർഫസ്, മൈക്രോസോഫ്റ്റിൻ്റെ സ്വന്തം പ്ലാറ്റ്ഫോമായിട്ടുള്ള സർഫസിൽ ഈ ഒരു ചിപ്പുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ASUS പല കമ്പനീസിൻ്റെ ലാപ്ടോപ്സ് ഇപ്പോൾ ഓൾറെഡി ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറേ അധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം നമ്മുടെ ലാപ്ടോപ്സിൽ വിൻഡോസ് ലാപ്ടോപ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ബാറ്ററി ലൈഫിനൊരു വിഷയമാണ്, അതുപോലെ തന്നെ ഹെവിയാണ്, അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മാക്സിമം മിനിമൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാക്ബുക്ക് പോലെ ആ ഒരു സ്ലീക്ക് ഡിസൈനിൽ നമുക്ക് വിൻഡോസ് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ പറയും കുറേ അധികം ബിസിനസ് ലാപ്ടോപ്സ്, അതായത് ഡെല്ലിൻ്റെ XPS, അതാണ് വിൻഡോസിലെ മാക്ബുക്ക് പ്രോ എന്ന് പറയുന്ന ആ ഒരു ലാപ്ടോപ്പിൻ്റെ സീരീസ്. അതും അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണല്ലോ, അതൊക്കെ നമുക്ക് പോരെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതിനകത്ത് വരുന്ന പ്രൊസസ്സർ, നമ്മളിപ്പം സംഭവം സ്ലിമ്മാണ്, പക്ഷേ അതിനകത്ത് വരുന്ന പ്രൊസസ്സറിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ട് ബാറ്ററി യൂസ് ചെയ്യും, അതുപോലെ തന്നെ കുറേ അധികം ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അങ്ങനത്തെ കുറച്ച് വിഷയങ്ങൾ ആ ഒരു X86 എന്ന് പറഞ്ഞ ആ ഒരു ആർക്കിടെക്ചറിന് വരാറുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എന്തായാലും ഈ ഒരു ആർക്കിടെക്ചർ വരുമ്പോൾ ഫിക്സ് ആവും. അത് നമുക്ക് ആപ്പിളിൻ്റെ M സീരീസ് ചിപ്പിൽ വരുന്ന ലാപ്ടോപ്സിൻ്റെ ആ ഒരു പെർഫോമൻസ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും. പിന്നെ ആ ഒരു M സീരീസും ഈ ഒരു X8ഉം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം മറ്റേ അവർ പേപ്പറിൽ പറയുന്നത് ബെഞ്ച് മാർക്കൊക്കെ ചെയ്ത് അവർ തന്നെ പറയുന്നത് അവരുടെ സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നത്, നല്ല പെർഫോമൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്.
ഇനി റിയൽ വേൾഡ് ടെസ്റ്റ് വന്നാലുള്ളൂ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. പിന്നെ സ്വന്തം കാര്യം എന്തായാലും പൊക്കി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ വിൻഡോസ് ലാപ്ടോപ്സ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് ഇല്ല, പെർഫോമൻസ് കുറവാണ്, അങ്ങനെയൊക്കെ പറയുന്നത്, ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ARM ബേസ്ഡായിട്ട് വരുന്ന സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്പ് വെച്ചിട്ടുള്ള പുതിയ ലാപ്ടോപ്സൊക്കെ. അത് നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക പെർഫോമൻസ് ഉറപ്പായിട്ട് തരും, പിന്നെ ബാറ്ററി ലൈഫ് എന്തായാലും തരും. പിന്നെ ഗെയിമിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ മാക്ബുക്കായിട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ മാക്ബുക്കിൽ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുമോ? ഗെയിം കളിക്കാൻ പറ്റും, പക്ഷേ അധികം പേരും കളിക്കാറൊന്നുമില്ല. അതിന് നല്ല രീതിയിൽ നമുക്ക് വിൻഡോസിൻ്റെ ഒരു 40,000-50,000 രൂപയ്ക്കൊക്കെ മേടിക്കുന്ന ലാപ്ടോപ്പിൽ നമുക്ക് കളിക്കാൻ പറ്റും. കാരണം എന്താ, ആ ഒരു ലാപ്ടോപ്സിൽ നമുക്ക് കുറേ വിൻഡോസ് ആയതുകൊണ്ട് തന്നെ കുറേ ഗെയിംസ് അതിനകത്ത് സപ്പോർട്ടഡാണ്. പിന്നെ നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ലോ സെറ്റിങ്സിലിട്ടാലും നമുക്ക് അതെന്ത് കളിക്കാം. പക്ഷേ ആപ്പിളിൽ വരുമ്പോൾ അത് ലിമിറ്റഡാണ്. അത്ര ഉള്ള ഒരു ഡിഫറൻസ്. പിന്നെ കളിക്കാൻ ആപ്പിളിൽ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും, പക്ഷെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു വലിയ ഒരു ഫ്രെയിം റേറ്റിംഗ് സംഭവങ്ങളൊന്നും കിട്ടില്ല. ഓക്കെ, പിന്നെ ഒരു എന്താ പറയുക ബാറ്റിൽ റോയൽ ടൈപ്പ് ഗെയിം, അതായത് PUBG പോലത്തെ ഗെയിം ടൂർണമെൻറ്റൊക്കെ പോയിരുന്ന് കളിക്കാൻ പറ്റുന്ന ടൈപ്പല്ല മാക്ബുക്ക്. ഇനിയിപ്പോൾ കോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തായാലും 1,00,000 മേളിലൊക്കെ ആയിരിക്കും ഫസ്റ്റ് ഇനീഷ്യലി ഇറങ്ങുമ്പോൾ അതെന്തായാലും പ്രൈസ് ചെയ്യുക. അതങ്ങനെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് അത്യാവശ്യം 1 വർഷമൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം കിടപ്പ് മനസ്സിലാവും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. അതുവരെ നിങ്ങളുടെ ഉള്ള സിസ്റ്റം കഷ്ടപ്പെട്ട് യൂസ് ചെയ്യുക. അത് പറയാൻ കാരണം നിങ്ങൾക്ക് വിൻഡോസും മതി, മാക്ക് വേണ്ട. അതായത് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ എന്തായാലും ARM ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.